നമസ്കാരം. ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങൾക്കു പിന്നിൽ പാകിസ്ഥാൻ ISIയും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഏർപ്പെടുത്തിയ റസാക്കർമാരുമാണ് എന്ന റിപ്പോർട്ടുകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ കയ്യിലെ ഒരു കളിപ്പാവ മാത്രമാണ്. മുഹമ്മദ് യൂനസ് അവരുടെ താളത്തിനൊത്ത് തുള്ളുകയാണ് ഇപ്പോഴത്തെ താത്കാലിക പ്രധാനമന്ത്രിയായ മുഹമ്മദ് യൂനസ്. ബംഗ്ലാദേശ് ഇനിയും ഏറെ ചെല്ലണം ജനാധിപത്യത്തിലേക്ക് അടുക്കാൻ. ഇനി ഒരു കാരണവശാലും ഈ അടുത്ത കാലങ്ങളിലൊന്നും തന്നെ ബംഗ്ലാദേശിന് ഒരു ജനാധിപത്യ രാജ്യമായി മാറുവാൻ കഴിയില്ല എന്ന വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് ബംഗ്ലാദേശിൽ നിന്നും അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. വിപ്ലവകാരികൾ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ, അതായത് 1970-കളിൽ പാകിസ്ഥാൻ ഏർപ്പെടുത്തിയ റസാക്കർമാരുണ്ട്. അതായത് ബംഗ്ലാദേശ് നടത്തുന്ന വിമോചന പോരാട്ടങ്ങൾക്കെതിരെ പ്രവർത്തിക്കുവാൻ പാകിസ്ഥാന്റെ സൈന്യം ഏർപ്പെടുത്തിയ റസാക്കർമാർ, ആ റസാക്കർമാരുടെ 2-3 തലമുറയിൽപ്പെട്ട ആൾക്കാരാണ് ഇപ്പോൾ പ്രക്ഷോഭം നടത്തുന്ന പ്രക്ഷോഭകാരികളിൽ ഏറിയ പങ്കും. ഇവരിൽ നിന്നുള്ള ആൾക്കാരാണ് പാകിസ്ഥാനിലെ സൈന്യവും ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം 40 മുതൽ 45%, ഏകദേശം 50% തന്നെ സൈനികർ ഇത്തരം റസാക്കർമാരുടെ ഭാഗമായിട്ട് ഉണ്ട് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. അതായത് പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള ഒരു ബംഗ്ലാദേശാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നർത്ഥം. പഴയ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന രീതിയിൽ തന്നെ ഒരു ബംഗ്ലാദേശ്, ഒരു പുനർരൂപീകരണം എന്ന രീതിയിലാണ് മുഹമ്മദ് യൂനസ് മുന്നോട്ട് പോകുന്നത്. മുഹമ്മദ് യൂനസ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാനിൽ നിന്നുള്ള റസാക്കർമാരെ ഒരു കാരണവശാലും തടയില്ല, അവർ തങ്ങളോടൊപ്പം ആണ് എന്ന് മുഹമ്മദ് യൂനസ് തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിനിടയിൽ ഇപ്പോൾ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൂഢാലോചന എന്നത് ഈ ആഭ്യന്തര കലാപം നടത്തുന്ന ഇവരെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റത്തിന് പ്രേരിപ്പിക്കുകയാണ് പാകിസ്ഥാൻ എന്ന മറ്റൊരു വിവരവും ലഭിക്കുന്നുണ്ട്. ഈ സാഹചര്യം അവിടുത്തെ ബംഗ്ലാദേശിൻ്റെ പൂർണ്ണമായും അതിൻ്റെ അധികാരം ഇപ്പോൾ പാകിസ്ഥാന്റെ കൈകളിലാണ്. അപ്പോൾ പാകിസ്ഥാൻ അവിടെ അവാമി ലീഗിന് നേരെ നടത്തുന്ന, ഷെയ്ഖ് ഹസീനയ്ക്ക് നേരെ നടത്തുന്ന എല്ലാ തരത്തിലുള്ള സമരശ്രമങ്ങളും ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കലാപങ്ങൾ കൂടി ആക്കി മാറ്റുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അത്തരം ആൾക്കാരെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ പ്രേരിപ്പിക്കുകയും ഇന്ത്യയിലേക്ക്, അതായത് 1970-കളിൽ 10 ലക്ഷത്തിലധികം ബംഗ്ലാദേശികൾ, അന്ന് പാകിസ്ഥാനായിരുന്നു, പാകിസ്ഥാനികളെ ഇന്ത്യയിലേക്ക് കടത്തിവിട്ടുകൊണ്ട് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശ്രമം അന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിലധികം പേർ ബംഗ്ലാദേശിൻ്റെ യുദ്ധവുമായി ബന്ധപ്പെട്ടും ഇന്ത്യയിലേക്ക് കടന്നു കയറിയിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ തന്നെ പ്രേരണ എടുത്തുകൊണ്ട് ഇന്ത്യയിലേക്ക് ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം അന്ന് തന്നെ നടത്തിയിട്ടുണ്ട്. അന്ന് പാകിസ്ഥാന്റെ ഈ വലിയ ക്രൂരതകൾക്ക് പിടിച്ചു നിൽക്കാനാകാതെ ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് സത്യമാണ്. പക്ഷേ പാകിസ്ഥാന്റെ ശ്രമത്തോടുകൂടി ചില ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക്, ഏകദേശം 10 ലക്ഷത്തിനടുത്ത് തന്നെ ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതായിട്ടും അന്ന് തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അങ്ങനെ ആ രീതിയിൽ വലിയ ഒരു ഗൂഢാലോചന അന്നു മുതലേ പാകിസ്ഥാൻ ഈ നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുണ്ട്. അത്തരം ബംഗ്ലാദേശികളുടെ പിൻതലമുറക്കാർ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അതേ തീവ്രവാദ പശ്ചാത്തലമുള്ള, അതേ ഭീകരവാദ പശ്ചാത്തലമുള്ള, പാകിസ്ഥാനി സ്വത്വം തലയിൽ പേറുന്ന ബംഗ്ലാദേശികൾ ഇന്നും ഭാരതത്തിൽ അതിജീവിക്കുന്നുണ്ട്. ആ ബംഗ്ലാദേശികളാണ് പലപ്പോഴും ഇന്ത്യയുടെ ഭാഗത്ത് അതിക്രൂരമായിട്ടുള്ള മതധ്വംസനങ്ങൾ ഹിന്ദുക്കൾക്ക് നേരെയും ഇവിടുത്തെ മറ്റു മതങ്ങൾക്ക് നേരെയും നടത്തിയിട്ടുള്ളത് എന്ന് വേണം അനുമാനിക്കാൻ. അക്കാലത്ത് 10 ലക്ഷത്തിലധികം കൂട്ടപലായനങ്ങളാണ് ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയിൽ ഉണ്ടായത്. 1970-ലെ തെരഞ്ഞെടുപ്പ് ആരും തന്നെ മറന്നുപോയി കാണില്ല. ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ നേതൃത്വത്തിലുള്ള കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള അവാമി ലീഗ് പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണ്. പക്ഷേ പശ്ചിമ പാകിസ്ഥാന്റെ അധികാരം കൈമാറുവാനായിട്ട്
പാകിസ്ഥാൻ വിസമ്മതിച്ചു. ഇത് വലിയ അശാന്തിക്കാണ് കാരണമായത്. ഇത് വലിയ അശാന്തിക്ക് കാരണമായി യുദ്ധസമാനമായ യുദ്ധം തന്നെ ഉണ്ടാവുകയും ചെയ്തു. കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗാളി സിവിലിയന്മാർ, ബുദ്ധിജീവികൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കെതിരെ പാകിസ്ഥാൻ സൈന്യം വളരെ ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. തുടർന്ന് 1971 മാർച്ച് 26 ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നു. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ടു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ തുടർന്നു. അങ്ങനെയാണ് മുക്തിവാഹിനിയുടെ തുടക്കം. ബംഗാളി ഗറില്ല പോരാളികൾ ഇന്ത്യയുടെ പിന്തുണയോടുകൂടി തന്നെ ഒരു സായുധ പ്രതിരോധം ആരംഭിച്ചു. വംശഹത്യകളും അതിക്രമങ്ങളും പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഏകദേശം 3 ലക്ഷത്തിലധികം കൂട്ടക്കൊലകൾ തന്നെ ബംഗ്ലാദേശിൽ, കിഴക്കൻ പാകിസ്ഥാൻ, അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിൽ നടന്നു. ബലാത്സംഗങ്ങൾ, വ്യാപകമായ ബലാത്സംഗങ്ങൾ. 2 ലക്ഷം മുതൽ 4 ലക്ഷം വരെ സ്ത്രീകളാണ് അന്ന് ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായി മാറിയത്. അതിനെ തുടർന്നാണ് ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടാകുന്നതും. 1971 ഡിസംബറിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ പാകിസ്ഥാന് കീഴടങ്ങേണ്ടി വന്നു. ആ പാകിസ്ഥാനാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ മുഹമ്മദ് യൂനസ് എന്ന താത്കാലിക പ്രധാനമന്ത്രിയെ, ആ ബംഗ്ലാദേശിലെ ഒറ്റുകാരൻ എന്ന ഒറ്റുകാരനായ മുഹമ്മദ് യൂനസിനെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു യുദ്ധശ്രമങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇത്തരം ശ്രമങ്ങളൊന്നും തന്നെ നടപ്പിലാകാൻ പോകുന്നില്ല എന്ന് പാകിസ്ഥാന് തിരിച്ചറിവുണ്ട്. പാകിസ്ഥാന് വളരെ കൃത്യമായ ധാരണയുണ്ട്. ഇത്തരത്തിലുള്ള ഗൂഢാലോചനകളൊന്നും ഇന്ത്യക്ക് നേരെ വിലപ്പോകില്ല. വളരെ കൃത്യമായ, വളരെ ശക്തമായ ആക്രമണങ്ങൾ നടക്കും പാകിസ്ഥാനെതിരെ എന്ന്. പക്ഷേ ആ ഭീകരവാദി രാജ്യങ്ങൾ ഭീകരവാദ ചാവേറായി മാറുകയാണ്. പ്രത്യേകിച്ചും അസിം മുനീർ അധികാരത്തിൽ ഏറിയതിന് ശേഷമുള്ള പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും ഒരു ഭീകരവാദ ചാവേറായി മാറുകയാണ്. മുഹമ്മദ് യൂനസിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. മുഹമ്മദ് യൂനസ് ഫ്രാൻസിലോട്ടോ അമേരിക്കയിലേക്കോ നാടുകടക്കും. കാരണം അമേരിക്കയിലെയും ഫ്രാൻസിൻ്റെയും ഒക്കെ പൗരത്വം, അവിടുത്തെ പാസ്പോർട്ടുകൾ ഇയാളുടെ പക്കലുണ്ട്. പക്ഷേ ഇതിനിടയിൽ പോലും ഹസ്നത്ത് അബ്ദുള്ള എന്ന ബംഗ്ലാദേശ് നാഷണൽ സിറ്റിസൺ പാർട്ടിയുടെ നേതാവ് പറഞ്ഞത് ഇന്ത്യയെ വിഭജിക്കുമെന്നാണ്. ഇന്ത്യയെ വിഭജിക്കും എന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ഇതിനിടയിൽ പോലും അവർ നടത്താൻ തയ്യാറായത്. ഷെരീഫുൽ ഒസ്മാൻ ഹാദി എന്ന ഇൻഗുലബ് ആൻറ്റി ഹസീന അതായത് ഹസീനയ്ക്കെതിരെ, ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടത്തിയ സമരശ്രമങ്ങളുടെയൊക്കെ നേതാവായ ഷെരീഫ് ഉസ്മാൻ ഹാദിയെ കൊല്ലപ്പെടുത്തിയതിന് പിന്നിലും മുഹമ്മദ് യൂനസ് ആണോ എന്ന്, അല്ലെങ്കിൽ അയാൾ വെടികൊണ്ട് മരിച്ചതിന് പിന്നിലും മുഹമ്മദ് യൂനസ് ആണോ എന്ന് സംശയിക്കേണ്ടിവരും. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭം മറ്റൊരു രീതിയിൽ വഴിതിരിച്ച് വിട്ടാൽ മാത്രമേ ഈ രീതിയിൽ അയാൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വലിയ രീതിയിലുള്ള സംശയങ്ങളും മുഹമ്മദ് യൂനസിന് എതിരെയുണ്ട്. എന്തായാലും തന്നെ പാകിസ്ഥാന് അടിയറവ് വച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ്. ഇത് ബംഗ്ലാദേശിന്റെ തന്നെ ഒരു നാശത്തിനായിരിക്കും ഇത് കാരണമായി മാറുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.